മരുന്ന് വിതരണക്കാരും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും തമ്മിൽ ചേർന്ന യോഗത്തിൽ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായില്ല. 90 കോടിയിൽ 30 കോടിയെങ്കിലും അടിയന്തരമായി നൽകിയാൽ അടുത്ത ദിവസം തന്നെ മരുന്ന് വിതരണം പുനരാരംഭിക്കാമെന്നാണ് വിതരണക്കാരുടെ നിലപാട്. ഒരു ഉറപ്പും തന്നിട്ടില്ല ഞങ്ങൾക്ക്. നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഈ 80ഓളം കച്ചവടക്കാർ. ഇത് ഗവൺമെൻറ്റാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഏപ്രിൽ മെയിൽ പകുതി വരെയുള്ള പൈസ കിട്ടിയിട്ടുള്ളൂ. ഒക്ടോബർ വരെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതേസമയം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ 150-ൽ പരം അവശ്യ മരുന്നുകൾ കാരുണ്യ വഴി എത്തിക്കാൻ തീരുമാനമായി. ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ബുദ്ധിമുട്ടുകൾ അവർ സംസാരിച്ചു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ അത് മിനിസ്റ്ററോടത്തും നമ്മളെ DMEയിലും അത് അവതരിപ്പിക്കും. അവശ്യ മരുന്നുകൾ ഒരു 150 മരുന്നുകൾ കാരുണ്യ വഴി KMCL കാരുണ്യ വഴി ലഭ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. വിതരണക്കാർക്ക് പണം നൽകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുക്കാൻ സർക്കാരിനായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് MK രാഘവൻ MPയുടെ നേതൃത്വത്തിൽ നാളെ ഏകദിന ഉപവാസ സമരം നടക്കും. കഴിഞ്ഞ 10 ദിവസമായി നിലച്ച മരുന്ന് വിതരണം കാരണം ഡയാലിസിസ് രോഗികളടക്കം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.